എന്തെങ്കിലും ഊഹം അവിടെ നിന്ന് കിട്ടിയിരുന്നോ ജയലളിത മാഡം ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഊഹം അവിടെ നിന്ന് കിട്ടിയിരുന്നോ ജയലളിത പൾസർ സുനിയോടൊപ്പം ജീവിച്ചപ്പോൾ? ഞാൻ ഒരു സ്ത്രീ ഇതിലുണ്ട് എന്നുള്ള ഒരു ഊഹം ഒക്കെ അങ്ങനെ ചില ചോദ്യങ്ങളിൽ കൂടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പുള്ളി പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തതെന്ന് പുള്ളി പറയുന്നുണ്ട്. അതുപോലെ സാക്ഷിയെ സ്വാധീനിച്ച വിഷയങ്ങൾ പറയുന്നുണ്ട്. 1.5 കോടി പുഷ്പം പോലെ ഞാൻ കൊടുക്കുമായിരുന്നു പറയുന്നുണ്ട്. പൾസർ സുനി ആദ്യം എത്തിയത് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് എന്ന് മനസ്സിലായിട്ടും കാവ്യയെ അന്വേഷണ പരിധിയിലേക്ക് കാര്യമായി കൊണ്ടുവരാത്ത അന്വേഷണം. ജയിലിൽ ഞാൻ കാണാൻ പോയി കഴിഞ്ഞതിന് ശേഷം സംസാരിച്ച കോളിൽ പുള്ളിക്കാരി പറഞ്ഞു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫൈനലി ഞാൻ വീണ്ടും നമ്മുടെ അതിജീവിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നാൾ രാത്രി ഇട്ട ഒരു വീഡിയോ, ആ വീഡിയോൻ്റെ താഴെ ഷോർട്സ് ആണെന്ന് തോന്നുന്നു, ഷോർട്സിൻ്റെ താഴെ ഞാൻ അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ചേച്ചി വേറെ വിഷയം ഒന്നും സംസാരിക്കാനില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. ആദ്യം തന്നെ ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ. സോ ഇവിടെ ഏത് കോണ്ടൻറ്റ് സംസാരിക്കണം, ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം പേഴ്സണൽ ഇഷ്ടമാണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ടൈറ്റിലും അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ആ ഒരു തംബ്നെയിലിൽ നിന്നും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇതാണ് ടോപ്പിക് എന്ന്. സോ താല്പര്യമില്ലാത്ത കാറ്റഗറി ഓഫ് വ്യക്തികൾ എന്ത് ചെയ്യുക, സ്കിപ്പ് അടിച്ചു പോകാം. ഈ പെർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ടോ അതിൽ റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കോണ്ടന്റുകൾ ഞാൻ എന്തായാലും എടുക്കുകയും ചെയ്യും, റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൾസർ സുനി പറഞ്ഞിട്ടുള്ള മാഡം എവിടെ. ഇപ്പോൾ കറൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞു, അതിൽ നിന്ന് മാറി അവനൊപ്പം എന്നായി, ഇപ്പോൾ അവനിൽ നിന്ന് മാറി പുതിയൊരു സാധനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസങ്ങളായിൽ സീക്രട്ട് ഏജൻറ്റ് സാത്താൻ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണിത്. മാഡം എവിടെ, മാഡം എവിടെ, ആരാണ് ആ മാഡം? മാഡമാണോ ശരിക്കും തെറ്റുകാരി? മാഡം എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ മാഡത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ദിലീപ് ചേട്ടൻ സഹായിച്ചതായിരിക്കാം. ദിലീപ് ചേട്ടൻ്റെ സൈഡിൽ തെറ്റില്ല, മാഡമാണ് പ്രശ്നക്കാരൻ, മാഡമാണ്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു മാഡം എന്ന് പറയുന്ന ഒരു കഥാപാത്രമില്ല, പൾസർ സുനി വെറുതെ ഉണ്ടാക്കിയതാണ്, ആൻഡ് പൾസർ സുനി വെറും നുണയനാണ്, കള്ളനാണ്, മോശപ്പെട്ടവനാണ്, അവൻ പല പല കഥാപാത്രങ്ങളെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഈ മാഡം എന്ന് പറയുന്ന ഒരു സാധനം ഈ കേസിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ടേ ഉണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ടേ എല്ലാവരും മാഡം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെയാന്ന് ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഒരു 1, 2, 3, 4, 5 ദിവസം മാഡം ഒരു വിഷയമായെങ്കിലും പിന്നെ അങ്ങോട്ട് മാഡവും ഇല്ല, ഇടവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പിന്നെ കേസൊക്കെ പോയി 7.5 കൊല്ലം കഴിഞ്ഞു, അത് വിധി വന്നു കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മാഡം വീണ്ടും പൊന്തി പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ പുതിയൊരു മാഡത്തെ ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ മാഡമാണ് ഈ പരിപാടി ചെയ്തത് എന്ന രീതിയിൽ പുതിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ പോവുമോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. കാരണം ഇപ്പോൾ ഒരു മാഡം പൊന്തി വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു ഡൗട്ടാണ്, പുതിയ ഒന്നുമില്ലാത്തൊരു മാഡം ഇതിനു വേണ്ടി ഫ്രണ്ടിൽ വന്ന് നിൽക്കുമോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം എന്തായാലും മാഡങ്ങൾ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ പൾസർ സുനിച്ചേട്ടൻ മാഡത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം, എന്നിട്ട് ഈ മാഡങ്ങളിലോട്ട് പോകാം. സോ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. ഞാൻ കള്ളനല്ലേ, കള്ളന്റെ കുമ്പസാരം എന്തിനാ കേൾക്കണേ? ഞാൻ സൂചിപ്പിച്ചായിരുന്നു, കാവ്യയുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അറിയില്ലെന്ന് പറയാൻ ശുദ്ധമുണ്ട്. എങ്ങനെ അറിയാം കാവ്യനെ എങ്ങനെ പരിചയം? അല്ല, കാവ്യ പറഞ്ഞിട്ടുണ്ടല്ലേ ഇതിലെന്തെങ്കിലും? എന്നെ അറിയില്ലെന്നല്ലേ പറയാം. അറിയോ നിങ്ങൾ? എങ്ങനെ എത്ര ആൾ സുനിക്ക് അറിയാം കാവ്യ? പരിചയം നമുക്ക് പിന്നെ പറയാം. അത് എനിക്ക് ചോദിച്ചത്. ഈ മാഡം കാവ്യാണ് അല്ലേ? മാഡം കാവ്യാണോ? മാഡത്തിന് വലിയ പങ്കൊന്നുമില്ല. മാഡത്തിന് വലിയ പങ്കൊന്നുമില്ല. പൈസ തന്നിട്ടുണ്ട്. അതായത് പൾസർ സുനി തന്നെയാണ് മാഡം കാവ്യമാധവനാണ്. മാഡത്തിന് വലിയ പങ്കൊന്നുമില്ല, വെറും പൈസ തന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യം തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം, ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു കലോത്സവത്തിന് പോയിട്ട് അവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് വിജയിച്ചിട്ട് ചോദിക്കുകയാണ് ആരാണ് നിന്നെ ട്രെയിൻ ചെയ്തേ എന്ന് ചോദിക്കുമ്പം ആ മാഡമാണ്, മാഡം എനിക്കത് തന്നു എന്ന് പറയുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ആൾ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആൾ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ടുണ്ട്.
പിന്നെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുന്നതിന് നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം 20ഓളം ടീമുകൾ വരെ കൂറുമാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൾസർ സുനീൻ്റെ കയ്യിൽ നിന്നും നമ്മൾ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ ഈ ഒരു സാധനത്തെ പറയുന്നതാണ്, അവൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ അവൻ മാറ്റി പറയുന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് ഓക്കെ, മാറ്റി പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്. കാരണം കോടതിക്ക് തന്നെ തെളിവുകളാണ് വേണ്ടത്, അതും ഡയറക്റ്റ് ആയിട്ടുള്ള തെളിവ്. അല്ലെങ്കിൽ ആ സാധനം ഇവിടെ എനിക്ക് 2 സാധനങ്ങളാണ് ഞാനിവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മാഡത്തിൻ്റെ പേര് വന്നു, ഒരു മെമ്മറി കാർഡിൻ്റെ ഒരു ഇഷ്യൂ വന്നു, ഈവൻ പൾസർ സുനീൻ്റെ തൊട്ട് ബാക്കോട്ടുള്ള കോളുകളും ആ കോളുടെ അങ്ങനെ പല രീതിയിൽ ഈ കേസിനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഫ്രണ്ടോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനം തന്നെയായിരുന്നു. ആൻഡ് എപ്പോഴും കോടതി പറയുന്നത് എനിക്ക് വേണ്ട തെളിവ് കിട്ടിയില്ല, എനിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അല്ലാണ്ട് ജനങ്ങൾ പറയുന്ന അനുസരിച്ച് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വേണ്ടത് തെളിവാണ് എന്നൊക്കെയാണ് കോടതി പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാർ, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നിട്ടുള്ള ആൾക്കാർ ഒന്നെങ്കിൽ പ്രോപ്പറായിട്ട് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല. കാരണം പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തെളിവും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും കോടതി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയില്ലായിരുന്നു. അല്ലെ രണ്ടാമത്തത്, ഇനിയിപ്പോൾ എത്രയൊക്കെ എന്തിൻ്റെയൊക്കെ പുറത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് തെളിവ് കിട്ടിയിരുന്നെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു മാഡത്തിൻ്റെ വിഷയം വന്ന സമയത്ത് ഞാൻ 3-4 വീഡിയോകൾ ഞാൻ ആ കംപ്ലീറ്റ് ഇരുന്ന് റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രയൊക്കെ ഡയലോഗുകൾ, ഇത്രയൊക്കെ കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടും ആ രീതിയിലൊക്കെ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നാ പോയത്. അപ്പോൾ ഇത്രയും ദിവസത്തെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കോടതിനെയോ അല്ലെങ്കിൽ പോലീസുകാരെയോ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടോ എഗെയിൻസ്റ്റ് ആയിട്ടോ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു പോവാണ്. കാരണം ഇങ്ങനെ കുറേ തെളിവുകൾ ഇങ്ങനെ കാണുമ്പം, ഇങ്ങനത്തെ കുറേ തെളിവുകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഈ രീതിയിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ പോയില്ല, അല്ല ഈ രീതിയിലൊന്ന് പോയിരുന്നെങ്കിൽ ഈ തെളിവ് കിട്ടിക്കൊണ്ട് ഇതിന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാമായിരുന്നില്ലേ എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചു പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു തെളിവ് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി ഒരിക്കലും തെളിവ് കിട്ടിയില്ല എന്ന് പറയില്ലല്ലോ. അപ്പം നല്ലൊരു തെളിവ് വെച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും മേ ബി ഇങ്ങനെ പറയുന്നത്. എന്തായാലും മാഡം വിഷയവുമായി ബന്ധപ്പെട്ട് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ക്ലിപ്പിംഗ് നമുക്ക് ആദ്യം നോക്കാം. നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായത്തിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശത്തിലേക്കാണ്. കോടതി വിധിന്യായത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഗുരുതര വീഴ്ച വെളിവാക്കുന്ന പരാമർശങ്ങളുമുണ്ട്. പൾസർ സുനി പറഞ്ഞ ലേഡിയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല. പൾസർ സുനി പറഞ്ഞ ലേഡി ആര് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടായിരുന്നു. എന്നാൽ അത് അന്വേഷിച്ചില്ല. പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്ത് വെച്ചാണ് ദിലീപിനെ പ്രതി ചേർത്തതെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. ബിനിലുണ്ട് വിശദാംശങ്ങളുമായി. ബിനിൽ, പൾസർ സുനി എപ്പോൾ നൽകിയ മൊഴിയിലാണ് അന്വേഷണ സംഘത്തിനാണോ ഇങ്ങനെ ഒരു ലേഡി തന്ന കൊട്ടേഷനാണ് ഞാൻ ചെയ്തത് എന്നുള്ള മൊഴി നൽകിയിരുന്നത്? ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത് കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയും 8-ാം പ്രതി ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് പൾസർ സുനിയുടെ ആദ്യ മൊഴിയിൽ പറയുന്ന ലേഡി ആര്, അവരെക്കുറിച്ച് പ്രോസിക്യൂഷൻ പോലീസ് ഒരു അന്വേഷണവും നടത്തിയില്ല എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം പൾസർ സുനി പറയുന്നത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നതായിരുന്നു. പിന്നീട് പൾസർ സുനി ആ മൊഴി മാറ്റി ദിലീപിന്റെ കൊട്ടേഷനായിട്ടാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പറയുന്നു. പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യം പറഞ്ഞ ലേഡി ആര് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാകാതെ ഈ പൾസർ സുനി 2-ാമത് പറഞ്ഞ ദിലീപിലേക്ക് അന്വേഷണം പോവുകയാണ് ഉണ്ടായത്. പ്രോസിക്യൂഷനും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലേഡി ആര് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ബാധ്യതയുണ്ടായിരുന്നു. അത് പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയും 8-ാം പ്രതിയായ ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. നേരത്തെ തന്നെ പൾസർ സുനി പറഞ്ഞിരുന്നു ഒരു മാഡത്തിന്റെ കൊട്ടേഷനാണ് എന്ന്. ആ മാഡം ആര്, ആ മാഡത്തിലേക്ക് അന്വേഷണം പോയില്ല എന്നതാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി മാറുന്നത്. അതാണ് ഈ പ്രധാനപ്പെട്ട ഉത്തരവിൽ കോടതി എടുത്തു പറയുന്ന ഒരു കാര്യം. ഈ കേസിലെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു കാരണം ഈ ലേഡി ആര്, അതായത് പൾസർ സുനി ആദ്യം മൊഴിയിൽ പറഞ്ഞ ലേഡി ആര് എന്നത് അന്വേഷിക്കാതെ പിന്നീട് മൊഴി മാറ്റി പറഞ്ഞ പൾസർ സുനി അത് ദിലീപിന് മേലേക്ക് കൊണ്ടുവരുന്നു. ആ ദിലീപിലേക്ക് അന്വേഷണം പോകുന്നു. പക്ഷേ ഈ ലേഡിയിലേക്ക് ഒരു അന്വേഷണം ഉണ്ടായില്ല എന്നതാണ് കോടതി എടുത്തു പറയുന്ന ഒരു കാര്യം. നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെയാണ്. കാരണം ഇത്രയും ദിവസവും ഈ ഒരു വിഷയത്തിലോട്ട് വലിയ രീതിയിലുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു ഫുൾ ഫോക്കസ് പോകുന്നത് ഈ ലേഡിയിലോട്ടാണ്. കാരണം നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ കേസിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയുകയും ആൾ പുറത്തിറങ്ങുകയും ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന അടുത്തൊരു ചോദ്യമാണ് ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര്? കാരണം ആരോ എന്തോ ചെയ്തത് കൊണ്ട് മാത്രമാണ് പൾസർ സുനി എന്ന് പറയുന്നൊരു വ്യക്തി ഇതിനിറങ്ങിയിട്ടുള്ളത്. അപ്പം ആരാണ് ആ വ്യക്തി? അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് മൊഴി കൊടുത്തത് ഒരു ലേഡീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ ലേഡീൻ്റെ പേരെടുത്തുകൊണ്ട് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഫ്രണ്ടോട്ട് പോവാണ്. അപ്പോൾ എന്തുകൊണ്ട് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ആദ്യം ലേഡീനെ പറഞ്ഞു, അതും കാവ്യ എന്ന് പറയുന്ന ആളെ പറഞ്ഞു എന്നുള്ള, കാരണം മൊഴിയിൽ അങ്ങനെയാണല്ലോ ഞാൻ ഫസ്റ്റ് വെച്ച ക്ലിപ്പിങ്ങിൽ.
എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ കാവ്യനെ പറഞ്ഞാൽ ഒന്നെങ്കിൽ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ഏതോ ഒരു വ്യക്തി പൾസർ സുനി വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് അയാളുടെ പേര് ഡയറക്റ്റ് പറയാണ്ട് അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അയാളിൽ കണക്റ്റഡ് ആയിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തു തരും എന്നുള്ളൊരു തോട്ടിലായിരിക്കാം മേ ബി ആദ്യം ഈ പേര് പറഞ്ഞത്. കാരണം ഇവിടെ കോടതി പറയുന്നത് ആദ്യം മാഡത്തിൻ്റെ പേര് പറഞ്ഞു, പിന്നെ മാഡം അല്ല പറയുന്നു, അതിനുശേഷം കത്തിൽ കൂടെ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ പേര് പറയുന്നു. അപ്പം മാഡത്തിനെ ഒഴിവാക്കി ദിലീപിലോട്ടാണല്ലോ ഒരു പ്രൈമറി ഫോക്കസ് പോലീസുകാർ കൊടുത്തത്. പകരം മാഡത്തിനെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതിനൊരു ഇതായേനെ. അപ്പം അത് വെച്ചിട്ടാണ് പറഞ്ഞത് ഇത് ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ വെറുതെ ഈ വ്യക്തിയുടെ പേര് കിട്ടിയപ്പോൾ ബാക്കി ഒരു തെളിവും നോക്കാണ്ട് ഇങ്ങനെ പോയത് എന്നൊക്കെ രീതിയിൽ കോടതിയാണെങ്കിലും അല്ലെങ്കിൽ ദിലീപിൻ്റെ സൈഡിലുള്ള ആൾക്കാരാണെങ്കിലും ഇതിനെ വാദിച്ചത് ഈ ഒരു പെർസ്പെക്റ്റീവിലാണ്. സുഖമായിട്ട് അവർക്ക് ഇങ്ങനെ വാദിക്കാം. കാരണം ഒരു പ്രൈം തെളിവായി ഫ്രണ്ടിൽ വന്നിട്ടുള്ളൊരു സാധനത്തെ നോക്കിയിട്ടില്ല. പിന്നെ പൾസർ സുനി ദിലീപുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവൻ കള്ളൻ, അവൻ തെറ്റുകാരൻ, അവൻ വായ തുറന്നാൽ നുണയെ പറയൂ. ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുകയാണ്, അവൻ പണ്ടും ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുകയാണ് അസത്യമാണ്, സത്യസന്ധനം, പണ്ടേ ഇങ്ങനെ ചെയ്യുന്ന ഒരുത്തനാണ്. ഈ രീതിയിലാണ് പല കാര്യങ്ങളും ഇങ്ങനെ പോകുന്നതും വളച്ചൊടയ്ക്കാൻ പോകുന്നതും വളച്ചൊടിക്കുന്നതും. അപ്പോൾ എന്നാലും മാഡത്തിൻ്റെ പേര് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി പുതിയൊരു മാഡം ഇവിടെ പ്രത്യക്ഷപ്പെടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, കാരണം കഥകളിൽ വരുന്നത്. പക്ഷേ ഈ മാഡത്തിന് നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തുടക്കം തൊട്ടിട്ടേ നമ്മുടെ സംവിധായകൻ ഈ മാഡത്തിൻ്റെ ഒരു പങ്കും മാഡം ആരാണെന്നും അല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ദിലീപുമായി സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച വ്യക്തി ആരാണെന്നും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഈ കേസിൻ്റെ മെയിൻ കുറേ കാര്യങ്ങൾ അങ്ങ് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ പറയുമ്പം കുറേ അവിടെയും തെളിവും കാര്യങ്ങളൊക്കെ വരുമ്പം കുറച്ചും കൂടെ ഇതായേനെ. പക്ഷെ ഒരു മെയിൻ ആളാണ് ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല, മരണപ്പെട്ടുപോയി. അപ്പോൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് കേട്ടുപോകാം. പരാതിയിൽ ദിലീപ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പരാതി യഥാർത്ഥത്തിൽ പരിശോധിച്ചാൽ അതെല്ലാവർക്കും മനസ്സിലാവും. 2017 അതായത് പുള്ളി തെറ്റിയെന്ന് ഞാനും വിശ്വസിച്ചിരുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അതായത് ഞാൻ ഈ വാർത്തകൾ, അതായത് 2017 ഈ ആ പർട്ടിക്കുലർ ഡേ നവംബർ 15-ാം തീയതി ഞാൻ അവിടെ നിന്ന് അവർ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഇത് ചിലപ്പോൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ചെയ്ത ആളുകൾ ഇവരുടെ കൂടെ ഉണ്ട്. ഇത് ചെയ്യിപ്പിച്ച ആളുകൾ, അതായത് ഈ പറഞ്ഞ പോലെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ, ചെയ്ത ആളുകൾ ജയിലിൽ കിടക്കുകയാണ്, ഇത് ചെയ്യിപ്പിച്ച ആളുകൾ പുള്ളിയുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന തരത്തിലെ സംഭാഷണങ്ങൾ അവിടെ വന്നതുകൊണ്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്യാൻ ഇടയുണ്ടായത്. ഞാൻ റെക്കോർഡ് ഇവിടെ തുടക്കം തൊട്ടിട്ട് പുള്ളി പറയുന്ന ഒരു പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇത് ചെയ്തു എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന എഫോർട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന്. കാരണം ദിലീപിന് കോളുകൾ വരുന്നു, ദിലീപ് സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ആൾ പറയുന്നത്. ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തി ഇതിന് ഇത്ര എഫോർട്ട് എടുക്കുന്നു എന്നതാണ് പുള്ളിക്കാരൻ്റെ ഒരു ചോദ്യം. അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്തുകൊണ്ട് അല്ലെ പുള്ളിയുമായിട്ട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന വേറെ ഏതെങ്കിലും വ്യക്തി ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നോ എന്നീ തരത്തിലാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി ചോദിക്കുന്നത്. കാരണം തുടക്കം തൊട്ടിട്ട് ടിൽ അതിന് ശേഷമുള്ള ഈ വ്യക്തിയുടെ 3-4 ഇൻ്റർവ്യൂസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ധൈര്യമുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. വളരെ ഓപ്പൺ അപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പല ചാനലിലും ഇങ്ങനെ അഗെയിൻസ്റ്റ് പറയുകയാണ്. പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാം അവിടെ ഏൽപ്പിച്ചു, ഇവിടെ ഏൽപ്പിച്ചു, പകുതി ടെലികാസ്റ്റ് ചെയ്തില്ല, പകുതി ആൾക്കാർ പുറത്തു വിട്ടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തൊട്ടിട്ടേ നമ്മുടെ പ്രശസ്ത നടൻ്റെ പാർട്ട്ണറിൻ്റെ പങ്ക് ഇതിലുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. ബാക്കി കേൾക്കാം. എന്തായാലും ഈ സംഭവം കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് അത് റെക്കോർഡ് ചെയ്യാൻ എനിക്കൊരു മനസ്സുണ്ടായി. അത് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നി. അതിലൊരു സ്ത്രീ സാന്നിധ്യം പുള്ളി പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തതെന്ന് പുള്ളി പറയുന്നുണ്ട്. അതുപോലെ സാക്ഷിയെ സ്വാധീനിച്ച വിഷയങ്ങൾ പറയുന്നുണ്ട്. 1.5 കോടി രൂപ പുഷ്പം പോലെ ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹം മറ്റേ ജയിലിൽ കിടക്കുന്ന പൾസർ സുനി കത്തൊക്കെ എഴുതി അയച്ചു, പിന്നെ നാദൃശ്യക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടു, അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഈ 1.5 കോടി ഞാൻ പുഷ്പം പോലെ കൊടുത്തതെന്ന് പറയുന്ന ഒരു മനസ്സിനെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ പറയുന്ന ആരാധകര് ചിന്തിക്കേണ്ട ഒരു കാര്യം, ദിലീപേട്ട 1.5 കോടി പുഷ്പം പോലെ കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതിന്റെ ബാലൻസ് എനിക്ക് കിട്ടിയില്ല. അത് എന്തോ സാങ്കേതികത്വം കൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ദിലീപേട്ടന്റെ സൗണ്ടാണ് എടുത്തത്. അനൂപിന്റെ കൂടെ ബോണസായിട്ട് അത് കിട്ടിയത് അതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു പൂർത്തിയാക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഒരുപാട് വിഷയം, അതായത് ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. തുടക്കം തൊട്ടിട്ട് ഒടുക്കം വരെ ഈ ആളുടെ ഒരു പ്രൈമറി ഫോക്കസ് ഇൻ്റർവ്യൂവിൽ പോയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ,
കാരണം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇതിലൊരു ഭാഗമാണ്. ആൻഡ് ഇതിലൊരു മാഡം എന്ന് പറയുന്ന ആളുണ്ട്. മാഡത്തിനെ റിലേറ്റ് ചെയ്തിട്ട് ദിലീപ് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണിത്. ഒരു തെളിവുമില്ലാണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ എന്നെ പേഴ്സണലി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കറൻ്റ്ലി ആളുടെ ഇൻ്റർവ്യൂകൾ എടുത്ത് വെച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. കാരണം മരണപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിനെ കൊണ്ട് ഇനി തിരിച്ചു വന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. ആൾ പറഞ്ഞ കാര്യങ്ങളോ ആളുടെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളോ ആൾ സബ്മിറ്റ് ചെയ്ത റെക്കോർഡിങ്ങുകളോ ഓഡിയോകളോ ഒന്നും എല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്, എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് ഈ സ്പേസിലോട്ട് വരാനോ ഡിസ്കഷനിലോട്ട് വരാനോ പോകുന്നില്ല. പക്ഷേ ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് തൊട്ടേ പറയുകയാണ്, ഞാൻ ഈ കേസ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനൊരു ന്യായം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞാൻ നമുക്കറിയുന്നത് പോലെ, നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഈ കേസിനൊരു കൺക്ലൂഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല കറൻ്റ് ഇപ്പോൾ ഇത് പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കുകയാണ്, ഒരു വ്യക്തി ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് പല ചാനലുകളിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് പല റെക്കോർഡിങ്ങുകൾ ഷെയർ ചെയ്ത് ആ റെക്കോർഡിങ്ങുകൾ എവിടെ പോയി? ആ റെക്കോർഡിങ്ങുകൾ ആരൊക്കെ കേട്ടു? അയാൾ കുറേ തെളിവുകൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഈവൻ ജയിലിൽ വന്നിട്ട് ദിലീപിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്തിനായിരിക്കും വന്ന് കണ്ടിട്ടുണ്ടാവുക? അവിടെ ഉണ്ടായിട്ടുള്ള കോൺവെർസേഷൻ എന്താണ്? വെറുതെ കാണേണ്ട ആവശ്യം എന്താ? കാണാൻ വന്നിട്ടുണ്ട്, അതിൻ്റെ തെളിവ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുക, ഇത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട്, ഇത്രത്തോളം വളരെ സ്ട്രോങ് ആയിട്ട്, ഇത്രത്തോളം ബോൾഡ് ആയിക്കൊണ്ട് ഈ പർട്ടിക്കുലർ വ്യക്തി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയൊക്കെയോ ഒരു ശരികളും സത്യങ്ങളും ഉള്ളത് കൊണ്ടല്ലേ? ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഒരാൾക്ക് എന്തിനോ വേണ്ടി പറയേണ്ട. കുറേ പേര് പറഞ്ഞത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ എത്ര സാമ്പത്തികം ഈ പറയുന്ന വ്യക്തി കൊടുക്കും? ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, സിനിമ കിട്ടായിട്ടാണെന്ന് പറഞ്ഞു. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തന്നെ എത്ര ഒന്നും രണ്ടും പടമൊക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണല്ലോ ഇത്. ഇപ്പോൾ പലരും പല സ്റ്റേറ്റ്മെൻറ്റും പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന കാര്യത്തിൽ സത്യത്തെയോ അല്ലെങ്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങളിനി വാദിക്കുകയോ അല്ലെങ്കിൽ എടുത്തു വെക്കുകയോ? ഇപ്പോൾ കോടതി ഞാൻ സമ്മതിക്കുന്നു, കോടതിക്ക് തെളിവുണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ചിലപ്പം ശിക്ഷിക്കാൻ പറ്റൂ. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ ഈ കേസിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളും അതും ഇതൊക്കെ എടുത്ത് തുറന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്നൊരു കൺക്ലൂഷൻ കിട്ടും. കോടതി തെളിവ് എന്ന് പറയുന്ന പോലെയാണ് പല ആൾക്കാരും ഇന്നിവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് തെളിവ് വരട്ടെ, തെളിവ് എന്നാൽ വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇവിടെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനൊന്നും പറ്റില്ല. പറഞ്ഞത് മനസ്സിലാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പലതും മനസ്സിലാവും. അത് ആഗ്രഹിക്കാത്ത വ്യക്തിനെയൊക്കെ നമ്മളിനി എത്ര ശ്രമിച്ചാലും എത്ര എഫോർട്ട് എടുത്താലും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇനി പോലീസിന്റെ തരികിടക്കളികൾ പറയാം. ഒന്ന്, അന്വേഷണം അട്ടിമറിക്കാനുള്ള പഴയ DGP ബെഹ്റയുടെ ശ്രമം എന്ന ഇതുവരെ അന്വേഷിക്കാത്ത ആക്ഷേപം. 2, കൂട്ടത്തോടെ കൂറുമാറിയ സാക്ഷികളെക്കുറിച്ച് അന്വേഷിച്ചിട്ടേയില്ല. 3, പൾസർ സുനി ആദ്യം എത്തിയത് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് എന്ന് മനസ്സിലായിട്ടും കാവ്യയെ അന്വേഷണ പരിധിയിലേക്ക് കാര്യമായി കൊണ്ടുവരാത്ത അന്വേഷണം. 4, സത്യമല്ലേ, ഒരൊറ്റടിക്കാണ് 20 പേര് കൂറുമാറിയത്. എന്തുകൊണ്ടാണ് 20 പേര് കൂറുമാറിയത് എന്നുള്ളത് അന്വേഷിച്ചോ? 20 പേർക്ക് കിട്ടേണ്ട മുഴുവൻ കിട്ടിയത് കൊണ്ടാണോ? ഇവരുടെ ഫാമിലിയിൽ വരുന്ന മാനത്തിനും കിട്ടേണ്ട കാര്യം കിട്ടിയിട്ട് ഇവർ കൂറ് മാറി നിൽക്കുമോ? ഫസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആൻഡ് സെക്കൻഡ് തിങ്, പൾസർ സുനി ഫസ്റ്റ് പോയത് കാവ്യയുടെ സ്ഥലത്താണ് എന്നുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഫ്രണ്ടോട്ട് ഒരു അന്വേഷണം പോയില്ല? അപ്പം പോലീസിൻ്റെ സൈഡിൽ നിന്നും കുറേ അനാസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസുകാരന് എവിടെ നിന്നൊക്കെയോ കിട്ടിയൊരു കഥ വഴി ഇതാണ് എന്ന് മനസ്സിലായപ്പം, എന്ന് വെച്ചാൽ പോലീസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കൾപ്രിറ്റ് ഇതാണെന്ന് മനസ്സിലായപ്പം കൾപ്രിറ്റിലോട്ട് മാത്രം നോക്കിക്കൊണ്ട് പോയി. ഇപ്പം ഞാനൊക്കെ എങ്ങനെയാണ് പല വിഷയങ്ങളിലും സംസാരിക്കുന്നത്, കാരണം ഈ വിഷയത്തെക്കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഐഡിയയിൽ പറയുന്നു. പക്ഷേ പോലീസ് അങ്ങനെയല്ല. ഇത് കോടതിയിൽ കൊണ്ടുപോകേണ്ട കേസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബുദ്ധിപരമായ രീതിയിൽ ഓരോ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡ് വരെ പല കാര്യങ്ങളും നോക്കിക്കൊണ്ട് ഇത് പോയിരുന്നെങ്കിൽ മേ ബി ഇത് നല്ല രീതിയിൽ ഈ തെളിവുകൾ ഫ്രണ്ടിൽ വെക്കാൻ സാധിക്കുമായിരുന്നു. തെളിവുകൾ ഇപ്പം ഈവൻ നമ്മുടെ അതിജീവിതയുടെ അഡ്വക്കേറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇട്ട് അതുവരെ ഇവിടെ ഡിസ്കഷനിൽ പോയിട്ടുള്ളതാണ്. നല്ല തെളിവ് കാണിച്ചിട്ട് പോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെയാണ് എവിടെയെങ്കിലും ഒരു ലൂപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കയറി പിടിക്കുമെന്നുള്ളത് പോലീസുകാരും തിങ്ക് ചെയ്യേണ്ടതായിരുന്നു. അപ്പം അവരുടെ ഭാഗത്തും കുറേ അനാസ്ഥകൾ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ കേസിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഇടപെട്ടതായിട്ട് നമുക്കറിയാം? അല്ല, കാവ്യമാധവൻ ഈ കേസിൽ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പൾസർ സുനിയെ കണ്ടത് പുറത്തു പറയരുതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പുള്ളിക്കാരിയുണ്ട്.
പുള്ളിക്കാരി ഉണ്ട്. കാരണം ഞാൻ ജയിലിൽ കാണാൻ പോകുന്നതിൻ്റെ പുള്ളിക്കാരി എന്നോട് സംസാരിച്ചു. ബാലു, അതായത് ജയിലിൽ ഞാൻ കാണാൻ പോയി കഴിഞ്ഞതിന് ശേഷം സംസാരിച്ച കോളിൽ പുള്ളിക്കാരി പറഞ്ഞതാണ്, ബാലു ജയിലിൽ പോയിട്ട് തിരിച്ച് കണ്ടിട്ട് ചേട്ടനെ കണ്ടിട്ട് ദിലീപേട്ടനെ കണ്ടിട്ട് ഇറങ്ങുന്നവരെ സത്യം പറഞ്ഞ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാലുവിനെ തിരുവനന്തപുരത്തല്ലേ ഞാൻ കിടക്കുന്നത്, ബാലുവില ദിലീപ് കിടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഇയാൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കളയുന്നുള്ള ടെൻഷനില്ല എന്നെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഞാൻ ആദ്യം വരുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം വരുന്നവരെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യും. പോലീസ് വിളിച്ച് ചോദ്യം ചെയ്താൽ ചിലപ്പോൾ ഞാൻ സത്യം പറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. കാരണം പോകുന്ന ദിലീപിനെ കാണാൻ സന്ദർശിക്കുന്നവരെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന് ഞാൻ ഇതിനെ കേൾക്കുന്നത് കൊണ്ടാണല്ലോ എനിക്കും ഭയം വന്നത്. അപ്പോൾ അതുകൊണ്ട് പോകാതിരുന്നത് എന്നെ കമ്പൽ ചെയ്തിട്ടാണ് ഈ അനൂപ് സുരാജും ഒക്കെ കൂടെ എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അത് അവർക്ക് ടെൻഷനായിട്ടുണ്ടാവാം, കാവ്യക്ക് ടെൻഷനായിട്ടുണ്ടാവാം. അപ്പോൾ അത് കാവ്യ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചാണ്, ദൈവമേ ബാലു വരട്ടെ, ദിലീപേട്ടെ കണ്ട് സംസാരിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങൾ തീർന്നല്ലോ എന്ന്. അപ്പോൾ ഞാനവിടെ നിന്ന് ഇറങ്ങിയിട്ട് അനൂപിനെ കാണുന്നു, സുരാജിനെ കാണുന്നു. എനിക്കന്ന് കുറച്ച് കാശ് എൻ്റെ പടത്തിൻ്റെ അഡ്വാൻസ് അതിൽ കൂടെ പിഴക്കി തന്നെ കുറച്ച് പൈസ തരുന്നു. ജയിലിൽ വെച്ച് ദിലീപേട്ട എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ആരുടെ പറയരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് കണ്ടു, ദിലീപേട്ട അത് പറഞ്ഞിരിക്കാം, ബാലുവിൻ്റെ അടുത്ത് സമാധാനപ്പെടുത്തി പറഞ്ഞിരിക്കാം. അപ്പോൾ ബാലു വാക്ക് കൊടുത്തിരിക്കാം എന്ന അടിസ്ഥാനത്തിലാണ് പിന്നെ ഈവനിങ് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പിന്നീടുള്ള സംസാരത്തിൽ കാവ്യ എന്നോട് പറഞ്ഞത്, ഈ കാര്യം പറഞ്ഞത്, ബാലു വന്നിട്ട് പോകുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു എന്ന അർത്ഥത്തിൽ ഞാൻ ഫുഡ് പോലും കഴിക്കാതിരുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പുള്ളിക്കാരിക്ക് അപ്പോൾ ഒരു വിശ്വാസം വന്നു, ബാലു ഏട്ടനെ കണ്ട് ഇതിനെക്കുറിച്ച് പറയില്ലെന്ന് പറഞ്ഞു കാണും എന്ന്. പക്ഷെ അപ്പോഴും എനിക്ക് ദിലീപ് കുറ്റം ചെയ്തു എന്ന് അന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ആ സമയത്തും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പുള്ളിയെ പെടുത്തിയതാവാം. പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഈ പെർട്ടിക്കുലർ വ്യക്തി പറയുന്നുണ്ട്. കാരണം ഞാൻ ദിലീപേട്ടനെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് ദിലീപിൻ്റെ കറണ്ട് വൈഫാണ്. ആൻഡ് ഞാൻ വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാവ്യയുമായിട്ടുണ്ടായിരുന്ന ഒരു കോൺവെർസേഷനിൽ കാവ്യ പറഞ്ഞു, ചേട്ടൻ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് സമാധാനമായത്, അതുവരെ ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് പേടിക്കുന്നത്, ഇവർ എന്തിനൊക്കെയാണ് ഭയക്കുന്നത്? ഇന്നത്തെ നിയമം പറയുന്നത് പോലെ തെറ്റുകാരനല്ലാത്ത ഒരാളാണ് ദിലീപെങ്കിൽ എന്തിനു പേടിക്കണം, എന്തിനു ഭയക്കണം? പൾസർ സുനി വീട്ടിൽ വന്ന കാര്യം പറയരുത് എന്ന് പറഞ്ഞു. എന്തിനു പൾസർ സുനി വന്നു? എന്താ അവിടെ കോൺവെർസേഷൻ ഉണ്ടായിട്ടുള്ളത്? ആൻഡ് എത്രയോ നടന്മാരുള്ള ഈ ലോകത്ത് എന്തുകൊണ്ട് പൾസർ സുനി ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് മാത്രം പറഞ്ഞു? ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു എഗ്രിമെൻറ്റ് വെച്ച് ഫ്രണ്ടോട്ട് പോയി, എഗ്രിമെൻറ്റ് പാലിക്കാൻ ദിലീപിനെ കൊണ്ട് സാധിച്ചില്ല. ഓട്ടോമാറ്റിക്കലി പൾസർ സുനി ദേഷ്യം പിടിച്ചിട്ട് പല കാര്യങ്ങളും കയറി വിളിച്ചു പറഞ്ഞു. വളരെ ക്ലിയർ ആയിട്ട് പൾസർ സുനീൻ്റെ കൂടെ ഒരുമിച്ച് സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു ജയിൽ പുള്ളി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സാമ്പത്തികമായിട്ടും കൂടെ ഉണ്ടായിരുന്ന ഒരു ആളുടെ വീട് ജപ്തിയാവുന്ന സിറ്റുവേഷനിൽ പോലും സഹായിക്കാണ്ട് വന്ന സമയത്തുണ്ടായിരുന്ന ഇമോഷണൽ ഇതിൻ്റെ പുറത്താണ് പുള്ളി പറഞ്ഞതില്ലേ. പുള്ളി ഒരിക്കലും പറയില്ലായിരുന്നു, മാക്സിമം പേര് പുറമെ പറയാണ്ട് സേവ് ചെയ്ത് നിർത്തിയതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ തെളിവ് ബാക്കിയുള്ള ആൾക്ക് സപ്പോർട്ടാവുന്ന രീതിയിൽ വരുന്ന തെളിവുകൾ എല്ലാവരും എടുക്കുന്നു, സംസാരിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, അത് വലിയൊരു ഇതാക്കുന്നു. എന്നാൽ അഗെയിൻസ്റ്റ് വരുന്ന ഈ കൈൻഡ് ഓഫ് തെളിവുകൾ പറയുന്നില്ല. കാരണം കുറേ പേര് കൂറുമാറിപ്പോയത് കൊണ്ടാണ് ഇതിനൊരു വില ഇല്ലാത്തത്. പക്ഷേ സത്യത്തിൻ്റെ മുഖം എന്ന് പറയുന്നതിൽ ഈ തെളിവുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾ സുനീനെ ധരിപ്പിച്ച് അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് ഏറ്റവും അവസാനം സുനി ഈ ആളൂരിനെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആളൂർ പറയുന്നത്, എനിക്ക് ഇത്ര രൂപ, എത്രയോ എനിക്കറിയില്ല, എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല, ആളൂരുടെ ജൂനിയറോ ആരോ വന്ന് ഇത്ര രൂപ അതിന് അഡ്വാൻസ് കൊടുക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് അതുവരെ ഈ പറഞ്ഞ സുനിയുടെ യജമാനെ തേടി സുനി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച് നിന്നില്ല. അങ്ങനെ പലപ്പോഴും ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വക്കീലിന് പൈസ കൊടുക്കാനും അതുപോലെ മറ്റെന്തോ കൂട്ടുപ്രതികൾക്ക് എന്തോ സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് വീട് ചെത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ മാത്രമാണ് യജമാനെ അന്വേഷിച്ച് സുനി കത്തെഴുതിയതും ഫോൺ വിളിച്ചതും മറ്റു കാര്യങ്ങളും. അതുവരെ ഇവരെ ഈ പറഞ്ഞ ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. അവന്റെ കൂട്ടുപ്രതിയിൽ ഒരാൾക്ക് വീട് വരെ ജപ്തിയായി പോകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവൻ വല്ലാതെ ഖേദിച്ചു എന്ന് അവന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വക്കീലിന് കൊടുക്കാനായിട്ട് പൈസ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ആളിനില്ല എങ്കിൽ പിന്നെ എന്ത് കൂറാണ് ഇവർക്കുള്ളത്? ശരിയായിട്ടും അത്രേ ഉള്ളൂ. അത് പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ദിലീപ് എന്ന് പറയുന്ന ആളെ. സുനി പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സകല ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതും. ഇപ്പോൾ പരമാവധി അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്യിച്ചതെന്നുള്ള എൻ്റെ എല്ലാ തെളിവും പോലീസിന് സുനി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, കൂടുതൽ കാര്യങ്ങൾ അറിയില്ല കേട്ടോ. ഇപ്പം ഇയാളൊന്നും ഇല്ല കേട്ടോ, ഇപ്പം ഇയാളൊന്നും ഫ്രെയിമിലില്ല, കഥയിലില്ല, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അല്ലെ ഇതിലൊരു സത്യാവസ്ഥ ഉണ്ട്. ഞാനിത് വേർഡ് ബൈ വേർഡായി എടുത്ത് പറയാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ല എൻ്റെ മൈൻഡിൽ വരുന്നു, കുറച്ച് ദിവസത്തിനുള്ളിൽ പുതിയൊരു കഥാപാത്രം അവിടെ വരും, പുതിയൊരു മാഡം വരും, ആ മാഡത്തിൻ്റെ പേരിൽ വരും, പിന്നെ അതിങ്ങനെ പോകും, അല്ലെ ഈ കഥ ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺ ആയിട്ട് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് എന്തോ ഒരു തോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് പറയുന്നത്. നമുക്ക് ആൾ പറയുന്ന കുറച്ചും കൂടെ കാര്യങ്ങളിൽ അതും കൂടെ ഒക്കെ ഒന്ന് കേൾക്കാം. മാഡം ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഊഹം അവിടെ നിന്ന് കിട്ടിയിരുന്നോ ജയിലിൽ പൾസർ സുനിയോടൊപ്പം ജീവിച്ചപ്പോൾ? ഞാൻ ഒരു സ്ത്രീ ഇതിലുണ്ട് എന്നുള്ള ഒരു ഊഹം ഒക്കെ അങ്ങനെ ചില ചോദ്യങ്ങളിൽ കൂടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആരാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ മുമ്പും പറഞ്ഞു, ഞാൻ ജയിലിനൊരു സ്വഭാവമുണ്ട്. ജയിലിൽ അറിഞ്ഞ ആളുകൾ ജയിലിൽ നിന്ന് മറ്റൊരാളോട് ഒരു പരിധി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കില്ല.
അത് ചോദിച്ചാൽ ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ കൂടുതലും ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതലൊന്നും ഞാൻ ചോദിക്കാറില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടും ഒരു പരിധി കൂടുതൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. കേൾക്കുന്നത് മാത്രം. ഞാൻ കേൾക്കുന്നത് അത് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് 8-ാം പ്രതിയുടെ അഡ്വക്കേറ്റ് രാമൻപിള്ള എന്ന് പറയുന്ന ആളുടെ പേര് ഞാനവിടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷേ അത് എഴുതേണ്ട ആൾ അത് എഴുതിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മാധ്യമത്തിൽ പറഞ്ഞു. അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജിയും ദിലീപും തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് എന്നല്ല. ചില അഭിഭാഷകർ, സീനിയർ അഭിഭാഷകരൊക്കെ ആയിട്ട് ഈ ജഡ്ജിമാരായിട്ട് ചില ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് ഒരു അക്കാഡമിക്കൽ പ്രോബ്ലം, ബഹുമാനം അതുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അവരത് നോട്ട് ചെയ്യാതെ പോയതായിരിക്കാം. അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നല്ല. ഞാനതങ്ങനെ മറ്റു രീതിയിൽ വിമർശിച്ചൊന്നുമല്ല. ഇനിയിപ്പോൾ അത് അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ പറയാനുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് എനിക്കൊരു പശ്ചാത്താപമില്ല. ഇത് ശരിയായിട്ടും ജിൻസന് ഒരു ഓഫർ വന്നിരുന്നു. തീർച്ചയായിട്ടും അത് 16 മിനിറ്റുള്ള ഒരു ഓഡിയോ കോള് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇരിക്കുന്നതാണ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെയുള്ള എന്താണ് മറ്റേ 5 സെന്റ് സ്ഥലവും 25 ലക്ഷം രൂപയുമാണോ? അതെ, 5 സെന്റ് സ്ഥലം 25 ലക്ഷം രൂപ. എനിക്ക് അങ്ങനെ എന്ത് പറഞ്ഞാൽ അത് തരാമെന്നാണ് പറഞ്ഞത്. ദിലീപിന് അനുകൂലമായിട്ട് മൊഴി കൊടുത്താൽ പിന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായ ആളൊന്നല്ല. പക്ഷെ ഇത് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ഇരുന്ന് കേട്ടിരുന്നിരുന്നു, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. സാമാന്യ മനുഷ്യനെന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവര് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞു, 5 സെന്റ് ഭൂമി എന്ന് പറഞ്ഞു. ഞാനിനി 50 ചോദിച്ചാലും അവർ തന്നേനെ. എനിക്ക് തോന്നുന്നു തരുമായിരിക്കാം. പക്ഷെ ഞാൻ അതിലേക്ക് പോയിട്ടില്ല. കാരണം ഞാനത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളല്ല. ഞാൻ പറഞ്ഞല്ലോ ഇതിന്. അപ്പോൾ കേട്ടല്ലോ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഈ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഈ പർട്ടിക്കുലർ പുള്ളിക്കാരൻ നമ്മുടെ ദിലീപിന് അഗെയിൻസ്റ്റ് വന്ന് സംസാരിക്കും. കാരണം പുള്ളി ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ പറയുന്നത് പൾസർ സുനീൻ്റെ കൂടെ ഒരുമിച്ച് ജയിലിൽ നിന്ന വ്യക്തി പൾസർ സുനി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ മീഡിയൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഓപ്പണപ്പായി പറയുന്നത്. സമയത്ത് പുള്ളീനെ കോൾ ചെയ്തു. പുള്ളിക്ക് എന്താ 25 ലക്ഷം രൂപയും 5 സെൻറ്റോ സ്ഥലവും തരാമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഇന്നിപ്പോൾ ഇതൊന്നും പറയുന്നില്ല. ഈ ആൾക്കാരെ ഒന്നും കാണുന്നില്ല, ഫ്രെയിം കാണുന്നില്ല, സ്പേസ് കാണുന്നില്ല. ഇയാൾ എവിടെ പോയി, ഇയാൾ എന്താക്കുകയാണ്, ഇയാളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ നോക്കുകയാണ്, ഇയാളുടെ ഫാമിലീൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ നോക്കുകയാണ്, അതിലെത്ര പൈസ കയറി, എത്ര സ്ഥലം വന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ കിട്ടും. എത്രയൊക്കെ ആണെങ്കിലും ജയിലിൽ കിടക്കുന്നൊരു വ്യക്തിയാണ്. ഇനി ആദ്യമൊക്കെ വലിയ ഹീറോയിസം കാണിക്കുകയാണെങ്കിലും പിന്നെ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്തൊക്കെയാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഈ തെറ്റ് ചെയ്യുന്നതിൻ്റെ അതേ ലെവൽ തന്നെയാണ് തെറ്റ് ചെയ്യാൻ കൂട്ടു നിൽക്കുന്നത്. അതേ ലെവൽ തന്നെയാണ് ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത്. അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇതിലും വലിയൊരു കോടതി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉണ്ട്. അവിടെ എല്ലാവരെയും പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. ആൻഡ് സെക്കൻഡ് തിങ്, ഇതിലൊരു മാഡത്തെ പറ്റി പറയുന്നുണ്ട്. മാഡം എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ അപ്പുറത്തെ സൈഡിൽ എനിക്ക് ആരാ മാഡം എന്നറിയില്ല, മാഡം ഇനി ഫ്രണ്ടോട്ട് പോകുമ്പോൾ തെളിയായിരിക്കാം. അങ്ങനെ ഒരു മാഡം ഉണ്ടെങ്കിൽ ആ മാഡത്തിനോട് പറയാനുള്ള, മാഡമേ നിങ്ങളൊരു സ്ത്രീയാണ്. ഒരു പെൺകുട്ടി ഈ അവസ്ഥ അനുഭവിക്കുന്നത് എത്രത്തോളം ദയനീയമാണെന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ ഒരു സ്ത്രീ എന്ന നിലയിൽ മാഡത്തിന് നന്നായിട്ട് അറിയാം. അതറിഞ്ഞുകൊണ്ട് മാഡം ഈ ഒരു തരത്തിലുള്ള കൊട്ടേഷൻ സുനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാഡം യു ആർ ദി ഗ്രേറ്റ്. കാരണം മാഡം ഒരു പെണ്ണ് തന്നെയാണ്. കാരണം പെണ്ണിൻ്റെ പെണ്ണത്വത്തിൽ പിടിച്ചാണ് മാഡം കളിച്ചിട്ടുള്ളത്. ഇതേ പെണ്ണത്വം മാഡത്തിനുണ്ട് എന്നുള്ളൊരു തോട്ട് മാഡത്തിന് എപ്പോഴും മനസ്സിൽ വേണം. എന്തായാലും ഈ വീഡിയോ ഞാൻ ബേസിക്കലി എടുത്തത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം എനിക്കിത് കേൾപ്പിക്കുക എന്നുള്ളൊരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് ഇത് മനസ്സിലാക്കി വിശ്വസിക്കണ്ടേ, അല്ലെ അതിനെ തിരിച്ചും വളച്ചും മറച്ചും വെക്കണോ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇതിനെപ്പറ്റി അറിയേയില്ല, ഞാൻ ഉണ്ടാക്കിയൊരു മാഡാണെന്ന് പറയണോ, അതൊക്കെ നിങ്ങളുടെ മാത്രം പേഴ്സണൽ ഇഷ്ടമാണ്. അതിന് ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് കേൾപ്പിക്കണം. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ, അല്ലാത്തവർ വിശ്വസിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ.